മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു മത്തങ്ങ തോരൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണെന്നും അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. മത്തങ്ങയൊക്കെ നാടൻ റെസിപ്പിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. ഫ്രൈ പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കറിവേപ്പില ഒക്കെ ഇടില്ല, തോരന് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ഇടുക. ഇത് പൊട്ടിയൊന്ന് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മത്തങ്ങ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇത് ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഞാനിത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളകും കൂടി ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, നീളത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. മത്തങ്ങ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഇത് വേണം കിട്ടാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇത് ഇടുന്നത് നല്ലതാണ്. ഇനി ഒരു മീഡിയം സൈസ് സവാള, ഒരു 5 പച്ചമുളകും ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഇതിൽ കൂടുതൽ ഇടണമെങ്കിൽ കൂടുതൽ ഇട്ടോളൂ കേട്ടോ. അത് അത്യാവശ്യം എരിവുണ്ടാവും. ഈ 5 പച്ചമുളകിന് വറ്റൽമുളകൊക്കെ വരുമ്പോൾ നമുക്ക് എരിവുണ്ടാവും. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇത് നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേറെ ഒരു പൊടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. തോരനാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അതൊന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാനിതാ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ മത്തങ്ങയുടെ 1/4 ഭാഗമാണ് ഞാൻ എടുത്തത്. അധികം പഴുത്ത മത്തങ്ങ എടുക്കാത്തതെന്നല്ല, ഇങ്ങനെയൊരു ടൈപ്പ് മത്തങ്ങ എടുത്താൽ തോരൻ വെച്ചാൽ നന്നാവും. പഴുത്തതാകുമ്പോൾ ആകെ കുഴഞ്ഞ് പരുവത്തിലാവും. അതുകൊണ്ട് ഈ ഒരു ടൈപ്പിലുള്ള മത്തങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നന്നായി മിക്സായി കൊടുക്കുക. ഈ പൊടിയും ഈ ഉള്ളിയും എല്ലാം നമ്മളിട്ടില്ലേ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടില്ലേ, ഇതെല്ലാ ഭാഗം എത്തുന്ന തരത്തിലൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇതിലൊരു തുള്ളി വെള്ളം ഒഴിക്കരുത്. ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കേട്ടോ. ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു കാര്യമാണ് മത്തങ്ങ. ഞാൻ അടച്ച് വെക്കുക, നല്ലോണം അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ വളർത്തിയിട്ട് കൊടുക്കുക നമ്മൾ. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 4 മിനിറ്റ് 2-3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ വേവുന്ന കാര്യമാണ്. അതാണ് വളരെ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞത്. മത്തങ്ങ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെന്നും എരിശ്ശേരി വെക്കും, മോര് കറിയൊക്കെ വെക്കും അല്ലേ, മത്തങ്ങയുടെ മോര് കറിയൊക്കെ വെക്കും. തോരൻ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് തോരൻ ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി തോരനാണ്. അങ്ങനെ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കി ഇതിനകത്ത് വെള്ളമൊക്കെ വന്ന് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ആ ഇതിൽ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെന്തിനൊന്ന് നമുക്ക് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. അധികം വെന്ത് കുഴയുന്ന തരത്തിലാവരുത് കേട്ടോ, ഒരു കടിക്കുന്ന തരത്തിലാവണം കണ്ടോ, ആ ഒരു പരുവത്തിൽ. ഒന്ന് പൊട്ടിച്ചാൽ നല്ലോണം പൊട്ടുന്ന തരത്തിൽ. ഇങ്ങനെ നല്ലോണം കുഴഞ്ഞു പോയാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സായി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കും കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ഇനി അടച്ച് വെക്കണമെന്നില്ല, ഒന്ന് തുറന്ന് വെച്ചാൽ മതി. തുറന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആകുന്ന തരത്തിൽ ഒന്ന് ഇതാക്കുക. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1/2 കപ്പ് വരെ ആവാം കേട്ടോ. ഞാനിപ്പോൾ 1/4 ഭാഗം മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് അത് നന്നായി ഇട്ട് കൊടുക്കുക. തോരനല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നന്നായി മിക്സാക്കി കൊടുക്കുക. അല്ലാടിയെത്തുന്ന തരത്തിൽ ഒന്ന് മിക്സാക്കി കൊടുത്ത് നമ്മൾ തോരൻ വിട റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ തോരൻ വിട റെഡി ആയിട്ട്. ചപ്പാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ചോറിൻ്റെ കൂടിയും നമുക്ക് ഇത് വേറെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഒന്നും വേണമെന്നില്ല, പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു നാടൻ റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരാം.